ഇന്ന് ഈവനിങ് സ്നാക്സിനായിട്ട് നല്ല മൊരിഞ്ഞ പഴംപൊരിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന നേന്ത്രപ്പഴമെല്ലാം കുറച്ച് കറുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി ഇതെടുത്ത് കളയേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഇന്നിതിവിടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാനിതിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇതേ കല്ലുപ്പാട് എത്തിയിട്ടുണ്ട്. പഴംപൊരി ഇല്ലല്ലോ, ഇല്ലല്ലോ, പാലക്കുട്ടിക്ക് മാത്രല്ല കേട്ടോ, ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൂടാതെ നല്ലൊരു ചായ കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ പഴംപൊരിയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. അതുപോലെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇനി ഇത് കൊണ്ടുവച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, നിമിഷ നേരം കൊണ്ട് എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നേ. ഈ പഴംപൊരി എല്ലാം കഴിച്ചു തീർത്തതിന് ശേഷമുള്ള എൻ്റെ അനിയന്റെ അഭിപ്രായമാണ് കേട്ടോ ഇത്. അങ്ങനെയുണ്ട് പഴംപൊരി, ഒരു ചായ ഉണ്ട് അല്ലേ, അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ വീടിനടുത്ത് തന്നെയുള്ള പാർക്കിലേക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പാറക്കുട്ടിയും താട്ടന്മാരും ഇതേ നല്ല കളിയിലാണ്. അങ്ങനെ കുറച്ചു നേരം പാർക്കിലെല്ലാം കളിച്ച് അവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടതിന് ശേഷം കുറച്ച് നല്ല ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ. ശേഷം നമ്മുടെ ചെക്കുട്ടന്റെ ഒരു അഭ്യാസം എല്ലാം കണ്ട് കുറച്ചു നേരം കൂടി പാർക്കിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.